ഐ ഡസൻ നോ ഇംഗ്ലീഷ്. എന്താ ഇവിടെ തകരാറില്ലേ? ഉണ്ട്. ഐ ഡസൻ നോ ഇംഗ്ലീഷ് നമ്മൾ പറയില്ല. ഐ ഡോണ്ട് നോ ഇംഗ്ലീഷ് എന്ന് മാത്രമേ നമ്മൾ പറയുള്ളൂ. ഈ ഡു, ഡസ്, ഡിഡ് ഒരുപാട് കൺഫ്യൂഷൻ വരുത്തുന്ന ഒരു ടോപ്പിക്കാണ്. ഡു ആൻഡ് ഡസ് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രസൻറ്റ് ടെൻസിലാണ്, വേറാസ് നമ്മൾ ഡിഡ് യൂസ് ചെയ്യുന്നത് പാസ്റ്റ് ടെൻസിലാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഡു നമ്മൾ യൂസ് ചെയ്യുന്നത് ഐ, യു, വി, ദേ എന്ന് പറയുന്ന സബ്ജക്ട്സിൻ്റെ കൂടെയും പ്ലൂറൽ നൗൺസിൻ്റെ കൂടെയാണ്. പ്ലൂറൽ നൗൺസ് എന്ന് പറഞ്ഞപ്പോൾ കാസ്, ചിൽഡ്രൻ, ടീച്ചേഴ്സ്, ബേർഡ്സ് എന്നൊക്കെ പറയുന്നത്. ഡസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹീ, ഷീ, ഇറ്റിൻ്റെ കൂടെയും പിന്നെ സിംഗുലർ നൗൺസിൻ്റെ കൂടെയും. കാർ, ചൈൽഡ്, ടീച്ചർ എന്നൊക്കെയുള്ള നൗൺസിൻ്റെ കൂടെ. ഇതിൻ്റെ രണ്ടിൻ്റെയും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പാസ്റ്റ് ആണ് ഡിഡ്. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഡു യുവർ ഹോംവർക്ക്. ഇവിടെ യുവർ അല്ലെങ്കിൽ യു വരുന്നത് കൊണ്ട് നമ്മൾ ഡു യൂസ് ചെയ്യും. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിൻ്റെ ഹോംവർക്ക് ചെയ്യുക. ഷീ ഡസൻ നോ യുവർ നെയിം. അവൾക്ക് നിൻ്റെ പേര് അറിയില്ല. ഇവിടെ ഡസ് യൂസ് ചെയ്യാനുള്ള റീസൺ ഷീ വന്നതുകൊണ്ട്. ആൻഡ് ദ ലാസ്റ്റ് വൺ, ഡിഡ് യു ഹാവ് യുവർ ലഞ്ച്. നീ നിൻ്റെ ലഞ്ച് കഴിച്ചിരുന്നു. കാരണം ഇത് പാസ്റ്റ് ടെൻസ് ആണ്. സോ പാസ്റ്റിനെ കാണിക്കാനാണെങ്കിൽ നമ്മൾ ഡിഡ് യൂസ് ചെയ്യണം. പ്രസൻറ്റ് ടെൻസിൽ പ്ലൂറൽ സബ്ജക്ട്സ് ആണെങ്കിൽ നമ്മൾ ഡു യൂസ് ചെയ്യും. പ്രസൻറ്റ് ടെൻസിൽ സിംഗുലർ സബ്ജക്ട്സ് ആണെങ്കിൽ നമ്മൾ ഡസ് യൂസ് ചെയ്യും. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ ഇംഗ്ലീഷ് ഹൗസിൻ്റെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. English House. English at your fingertips.